ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ESI IMS ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ 68ാമത്തെ ചോദ്യം, ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഓർഡർ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ ആക്ട് ആണെങ്കിൽ 1985, 1985 എല്ലാവരും പെട്ടെന്ന് 1985 എഴുതും. അപ്പോൾ ആൻസർ അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓർഡറാണ്. അപ്പോൾ 1993 ആൻസർ. 1993 ഓപ്ഷൻ സി ആണ് ആൻസർ, 1993. അടുത്ത, ഇഫ് എ ഡ്രഗ് കണ്ടെയ്ൻസ് എനി ഹാംഫുൾ ഓർ ടോക്സിക് സബ്സ്റ്റൻസ്, അത് കേട്ടാൽ തന്നെ പെട്ടെന്ന് എഴുതാം. ടോക്സിക് സബ്സ്റ്റൻസ് കേട്ടാൽ നമുക്ക് എന്താണ്, അത് അഡൽറ്റഡ് ഡ്രഗാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, ദ നമ്പർ ഓഫ് നോമിനേറ്റഡ് മെമ്പേഴ്സ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ, കേട്ടാൽ പെട്ടെന്ന് തന്നെ എഴുതാം. 5 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. അടുത്ത, ഇൻവെൻട്രീസ് മൂവിങ് ടെമ്പററി ബിക്കോസ് ഓഫ് സീസണൽ പ്രൊഡക്ഷൻ. അപ്പം മെല്ലെ മൂവ് ചെയ്യുന്നല്ലോ, സീസൺ കുറവായതുകൊണ്ട്. അതിനെ നമ്മളെന്താണ്, ഡോർമെൻ്റ് ഐറ്റംസ് പറയുന്നു. അടുത്ത, എ മോഡേൺ ഡ്രഗ് സ്റ്റോർ ഷുഡ് ഫുൾഫിൽ ഓൾ മിനിമം റിക്വയർമെൻറ്റ്സ്. ഒരു ഫാർമസിയിലുള്ള മിനിമം റിക്വയർമെൻറ്റ്സിനെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ ബി ആണ്, ഷെഡ്യൂൾ N ആണ് ആൻസർ. അടുത്ത, വൺ എമോങ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ ഫോർ മാർക്കറ്റ് റിസർച്ച്. ഇതിൽ ആനുവൽ റിപ്പോർട്ട്, ട്രേഡ് ജേർണൽ, മാർക്കറ്റ് റിസർച്ച് അതൊക്കെ സെക്കൻഡറി ഡാറ്റയാണ്. പക്ഷേങ്കിൽ സെയിൽസ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡാറ്റയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ദ മെത്തേഡ് ഇൻ വിച്ച് കോഡ് ഈസ് അസൈൻ ടു സ്റ്റാർട്ടഡ് ഐറ്റം ഓഫ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഈസ് കോൾഡ്. എന്തിനാണ് അത്, ഈസി ആയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ന്യൂമോണിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത, ദ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐറ്റംസ് ലൈക്ക്. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും കോസ്റ്റ് ഓഫ് ടാക്സസും ആണ്. പേപ്പർ വർക്ക് അതിൽ പെടില്ല. അപ്പോൾ 1 and 3 ആണ്. 1 and 3 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത്, ക്യാപിറ്റൽ നെസസറി ടു മെയിൻറ്റെയിൻ എ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് ആൻഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് റെഗുലർ എക്സ്പെൻസ്. ഒരു എക്സ്പെൻസ് ഒക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതൊരു ഫിക്സഡ് ക്യാപിറ്റൽ അല്ല. ഓക്കെ, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അടുത്ത, ദ ബാങ്ക് ലോഞ്ച്ഡ് ഇന്ത്യ ഫോർ പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതിനെ നമ്മൾ എക്സിം ബാങ്ക് എന്നാണ് പറയുക. ഈ വർഷം ചോദിച്ച ചോദ്യമാണ് എക്സിം ബാങ്ക്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ലോവർ ലിമിറ്റ് ബിലോ വിച്ച് സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഷുഡ് നോട്ട് നോർമലി ബി അലൗഡ് ടു ഫോൾ. അതിൽ നിന്ന് താഴാൻ പാടില്ല. അതിൻ്റെ ഒരു ലോവർ ലിമിറ്റ്, അതിൽ സ്റ്റോക്ക് അതിൽ ആ ലെവലിൽ കുറയാൻ പാടില്ല. അതിനെ നമ്മൾ ബഫർ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അടുത്ത, ഐറ്റംസ് വിച്ച് കൺസ്യൂം 70% ടോട്ടൽ ബഡ്ജറ്റ് ഓഫ് ഇൻവെൻട്രീസ്. അതേതാണ്, ഒരു ഇൻവെൻട്രീൻ്റെ 70% ബഡ്ജറ്റ് ഉള്ളത് എ ഐറ്റംസ് ആണ്. അടുത്ത, പ്രീ ഡിറ്റർമൈൻഡ് സ്ക്രാപ്പ് ഈസ് റെഫേർഡ് ടു അസ്. അതിനെ നമ്മൾ ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്നാണ് പറയുന്നത്, പ്രീ ഡിറ്റർമൈൻഡ് സ്ക്രാപ്പിന്. അപ്പോൾ നമ്മൾ 80 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.